വിപിൻ സി വിജയൻ ചേരുന്നുണ്ട്. വിപിൻ, സ്ട്രോങ് റൂമിന് മുന്നിൽ വിപിൻ, എത്രത്തോളം സ്ട്രോങ് ആണ് സ്ട്രോങ് റൂം? എപ്പോഴാണ് സ്ട്രോങ് റൂമിന്റെ ആ താഴ്, ആ മണിച്ചിത്രത്താഴ് പൊട്ടിക്കപ്പെടുക? എപ്പോഴാണ് EVM-കൾ പുറത്തേക്ക് ഇറങ്ങുക? എപ്പോഴാണ് ആദ്യ ഫലസൂചന വൈപ്പിൻ? അതിനൊക്കെ ഉത്തരം ഞാൻ പറയാം. വിപിനോട് ചോദിക്കണ്ടേ? ബാക്കി വിപിൻ പറഞ്ഞോളൂ. ഒരു പഞ്ച് ചോദിച്ചാലേ അത് 7:30 തുറക്കും. ബാക്കി വിപിൻ പറഞ്ഞോളൂ. അതെ, 7:30 ഇപ്പോൾ സ്ട്രോങ് റൂം തുറക്കാൻ പോവുകയാണ്. ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ട്രോങ് റൂം, ഇതിവിടെ ഡോക്യുമെന്റ്സുകളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിന് മുകളിലാണ് വോട്ട് എണ്ണുന്നത്. അതിനു മുകളിൽ, അതായത് രണ്ടാമത്തെ നിലയിലാണ് EVM വോട്ടുകളെല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ CSF കേന്ദ്രസേനയുടെ ഒക്കെ ഒരു നിരീക്ഷണത്തിലാണ് ആ സ്ഥലം ഉള്ളത്. നേരത്തെ വിജയകുമാർ ചോദിച്ചിരുന്നു പോസ്റ്റൽ വോട്ടുകളെ സംബന്ധിച്ച. പോസ്റ്റൽ വോട്ടുകൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. 2021 പോസ്റ്റൽ വോട്ടുകൾ ഇവിടെ 3982 പോസ്റ്റൽ വോട്ടുകൾ ഉണ്ടായിരുന്നു നിലമ്പൂരിൽ. അന്ന് ആ ഒരു കോവിഡ് കാലം കൂടിയാണ്. ആ കോവിഡ് കാലത്ത് 3982 വോട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ VV പ്രകാശ് 1814 വോട്ടുകൾ UDF പിടിച്ചു. ഒപ്പം LDF PV അൻവർ 1722 പോസ്റ്റൽ വോട്ടുകളും. പക്ഷേ അന്ന് UDF-നായിരുന്നു ലീഡ്. 92 വോട്ടിന്റെ ലീഡ് 2021 പോസ്റ്റൽ വോട്ടുകൾ ആദ്യം എണ്ണിയപ്പോൾ UDF-ന് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് 1403 വോട്ടുകളാണ്. അതിൽ സർവീസ് വോട്ടുകൾ 34 എണ്ണം, ഹോം വോട്ടുകളിൽ ഭിന്നശേഷിക്കാരുടെ 310, മുതിർന്ന പൗരന്മാർ 896 പേരും വോട്ട് ചെയ്തിരിക്കുന്നു. ആദ്യം തന്നെ ഈ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ ആദ്യ ഫലസൂചനകൾ ഒരു 8:10 കൂടി തന്നെ വരാം. 8:10 EVM മെഷീനുകൾ എണ്ണി തുടങ്ങുന്നത്. അത് വഴിക്കടവ് പഞ്ചായത്താണ്. താന്നിക്കടവിലാണ് ആദ്യം എണ്ണുന്നത്. ഈ താന്നിക്കടവിൽ എണ്ണുമ്പോൾ തന്നെ അതിന്റെ ആദ്യത്തെ ഒരു പിക്ചർ കിട്ടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ആദ്യത്തെ 3 ബൂത്തുകൾ താന്നിക്കടവ് സ്കൂളിലേതാണ്. ഒപ്പം 2021 ഓരോ പഞ്ചായത്തിനും കിട്ടിയിട്ടുള്ള കണക്കുകൾ, അതിന്റെ ഒരു വിജയ ശതമാനം എത്ര എന്നുള്ളത് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. വഴിക്കടവിൽ LDF-ന് 35 വോട്ടുകളായിരുന്നു. മൂത്തേടം നമുക്ക് ലീഗ് കോട്ട എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് 1803 വോട്ടിന്റെ ഭൂരിപക്ഷം UDF-നുണ്ടായിരുന്നു. എടക്കരയിലേക്ക് എത്തുമ്പോൾ UDF-ന്റെ ലീഡ് 97, പോത്തുകല്ലിലേക്ക് എത്തുമ്പോൾ LDF-നാണ് ലീഡ്, അവിടെ 506. ചുങ്കത്തറയിൽ UDF ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം 300 വോട്ടിന്റെ ലീഡുണ്ടായത്. നിലമ്പൂർ നഗരസഭ ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നത് നിലമ്പൂരാണ്. അവിടേക്ക് എത്തുമ്പോൾ ലീഡ് 1513 LDF ഉയർത്തുന്നു. അത് നിർണായകമാവുകയും ചെയ്തു. കരുളായി LDF-നൊപ്പമാണ് നിൽക്കുന്നത് 1446. ഒപ്പം അമരമ്പലത്ത് 1490. വഴിക്കടവിൽ കാര്യങ്ങൾ തെളിയും എന്ന് പറഞ്ഞാൽ വഴിക്കടവ് വഴികാട്ടിയാകും. പ്രൊവൈഡ് എങ്ങനെയാണ്? വഴിക്കടവിൽ UDF ഒരു 1500, 1300, 1600 ഇടയിൽ ലീഡ് പിടിച്ചാൽ പിന്നെ അങ്ങോട്ടേക്ക് അവർക്ക് പ്രതീക്ഷിക്കാം. അതല്ല, ഇനി ലീഡ് കുറഞ്ഞ ഒരു 500 താഴേക്ക് എത്തിയാൽ സ്വരാജിന് പ്രതീക്ഷിക്കാം. അതല്ല, വഴിക്കടവിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ വിദൂര സാഹചര്യത്തിൽ LDF ലീഡ് പിടിക്കുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. ഈ പോരാട്ടം അങ്ങനെ ഇഞ്ചോടിഞ്ച് പോയി അമരമ്പലത്തേക്ക് അതിന്റെ ക്ലൈമാക്സിനെ എത്തുകയാണെങ്കിൽ കാര്യങ്ങൾ പിടിവിട്ടു പോകും UDF-ന്. വിപിൻ, അതെ, ഈ വഴിക്കടവ് പഞ്ചായത്തിന് ആണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. അതാണ് ആദ്യം എണ്ണുന്നത് എന്നുള്ളതും ഇവിടുത്തെ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം വഴിക്കടവ് പഞ്ചായത്തിൽ ഉള്ള വോട്ടിൽ അതിലെ കഴിഞ്ഞ പ്രാവശ്യം 35 വോട്ടിന്റെ മാത്രം ഒരു നേരിയ ലീഡാണ് LDF-നുള്ളത്. പക്ഷേ അത് UDF ഭരിക്കുന്ന സ്ഥലമാണ്. UDF കാലാകാലങ്ങളിൽ, അതായത് ആര്യടൻ മുഹമ്മദ് ഉണ്ടായിരുന്ന കാലത്തൊക്കെ UDF-നൊപ്പം നിന്നിട്ടുള്ളതാണ്. 2016 ആ ഒരു കഥ മാറുന്നതും 2000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം അത് LDF-ന് സമ്മാനിക്കുന്നതും. അത് 2021 തുടർന്നു. അത് 2025 തുടരുമോ എന്നുള്ളതാണ് ചോദ്യം. അത് LDF-ന് അതേപോലത്തെ ഒരു നേരിയ ഭൂരിപക്ഷം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു നെക്കിലേക്ക് വരികയോ ചെയ്തു കഴിഞ്ഞാൽ അത് M സ്വരാജിന് ഒരു സപ്പോർട്ടാണ് എന്ന് പറയാം. അതിലേക്കുള്ളൊരു സൂചനയാണ് എന്ന് പറയാം. അങ്ങനെയല്ല, UDF-ന് ഈ പറഞ്ഞതുപോലെ അവർ വലിയ 5000 ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു 2000 വോട്ട് അല്ലെങ്കിൽ ഒരു 1500 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും സേഫാണ് UDF-നെ സംബന്ധിച്ച്. PV അൻവർ അവിടെ 7500-ന് മുകളിലൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെയും PV അൻവർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വോട്ട് നില മെച്ചപ്പെടുത്തുകയാണെങ്കിൽ പിന്നീടുള്ള പഞ്ചായത്തുകളിൽ അത് അൻവറിന് ഒരു സപ്പോർട്ട് ഉണ്ട്, അൻവർ ഫാക്ടർ ഉണ്ട് എന്നുള്ളത് തെളിഞ്ഞു തന്നെ പറയേണ്ട സ്ഥിതിയിലേക്കാണ്. അപ്പോൾ വഴിക്കടവിലെ ഈ താന്നിക്കടവൊക്കെ എണ്ണി തുടങ്ങുമ്പോൾ തന്നെ ഒരു ആദ്യത്തെ ഒരു വേവ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായി തന്നെ മനസ്സിലാവും. പിന്നീട് ഇപ്പോൾ വഴിക്കടവോ മൂത്തയിടലും UDF സേഫ് സോണിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ട്രെൻഡ് കുറെ കൂടി വ്യക്തമാവുകയും ചെയ്തു. UDF ഒരു ക്യാമ്പ് കുറച്ചുകൂടി സേഫ് ആണ് എന്ന് തന്നെ പറയാം. അശ്വി, കഴിഞ്ഞ തവണ വഴിക്കടവിൽ, അതായത് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കടുത്ത പോരാട്ടമായിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവ് ഈ വഴിക്കടവിലെ 33 വോട്ടിന്റെ ലീഡ് LDF-ന് കിട്ടിയത്. അപ്പോൾ 33 വോട്ടിന്റെ ലീഡ് LDF-ന് വഴിക്കടവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയപ്പോൾ തന്നെ വഴിക്കടവ് ഒരു സൂചനയായിരുന്നു, നടക്കാൻ പോകുന്ന കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിന്റെ സൂചനയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ റൗണ്ടിൽ തന്നെ നമ്മൾ കണ്ടത്. അപ്പോൾ ആ പോരാട്ടത്തിന്റെ തനിയാവർത്തനം ഇതാ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ
എന്നത് എനിക്ക് തോന്നുന്നു ഒരു 8:30 കൂടി തന്നെ അറിയാൻ കഴിയും. ആ 8:30-ക്ക് എന്താണ് ആദ്യ റൗണ്ടിലെ ഫലസൂചനകളിൽ നിന്ന് എന്താണ് വായിച്ചെടുക്കാൻ കഴിയുക എന്ന് നമുക്കറിയണം. സമയം 7 ഇനിയിപ്പോ 1 മണിക്കൂർ പോലും ഇല്ല. ഇനിയിപ്പോ എത്ര 53 മിനിറ്റ് മാത്രമാണ് ബാക്കി. 53 മിനിറ്റ് അത്ര മാത്രമേ ബാക്കിയുള്ളൂ.